ആഹാ, ഇതെന്താ കഴിക്കാത്തെ? കഞ്ഞി കുടിക്കും മാധവേട്ടാ. നീ നന്ദനെ ഒന്ന് വിളിക്കാതെ. നേരിട്ട് കണ്ടില്ലെങ്കിലും ഫോണിലൂടെ ഒന്ന് സംസാരിക്കെങ്കിലും ചെയ്യാലോ. മാധവേട്ടാ, ദേവിക പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നന്ദനെ നമ്മളെ വിളിച്ചു സംസാരിച്ചു എന്നറിഞ്ഞാ അവൾക്കത് വിഷമാവില്ലേ? വെറുതെ ഒരു പ്രശ്നം നമ്മളായിട്ടുണ്ടാക്കണോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. ദേവികമ്മളോട് ഞാൻ പറഞ്ഞോളാം. ഒന്ന് വിളിക്ക്. ഫോൺ ഓഫാന്നാണല്ലോ പറയുന്നേ. നീ ഒന്നുകൂടി വിളിച്ചു നോക്ക്. ഇല്ല, കിട്ടുന്നില്ല. എങ്കിലെ പ്രഭാവതി മാഡത്തെ ഒന്ന് വിളിക്കും. എന്നിട്ട് നന്ദന് കൊടുക്കാൻ പറഞ്ഞാ മതി. അതൊന്നും വേണ്ട. പ്രഭാവതിയോട് ഞാൻ സംസാരിക്കില്ല. മാധവേട്ടൻ ഇങ്ങനൊരു അപകടം പറ്റിയിട്ട് അവരാശുപത്രി വന്നോ? ഇങ്ങോട്ടേക്ക് വന്നോ? വേണ്ട. ഫോണിൽ കൂടെങ്കിലും ഒന്ന് വിളിച്ച് സുഖവിവരം തിരക്കിയോ? അതല്ല, ആളുകൾ എങ്ങനെയാണോ അതുപോലെ നമ്മളും പെരുമാറാൻ നിന്നാ ഇവിടെ എങ്ങനെ ജീവിക്കാൻ പറ്റും? നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാ പോരെ? മാധവേട്ടാ, നന്ദനും ദേവികയും തമ്മിൽ ഇങ്ങനൊരകൽച്ചയിൽ നിൽക്കുമ്പോ നമ്മൾ പ്രഭാവതി വിളിക്കുന്നത് ശരിയാണോ? നീ പ്രഭാവതി മാഡത്തെ വിളിച്ച് ഫോണൊന്ന് നന്ദന് കൊടുക്കാൻ പറഞ്ഞാൽ മതി. ഒരത്യാവശ്യ കാര്യം പറയാനാണെന്ന് പറ. നീ ഒന്ന് വിളിക്ക്. ഒന്ന് വിളിക്ക്. ഇപ്പൊ വിളിച്ച പ്രഭാവതി. ഇതാരെയാ വിളിക്കുന്നേ? അത് തയ്യക്കടയിലെ ശാരദാമ്മേ. ശാരദാമ്മയോ അതോ ചന്ദ്രോത്തമ്മയോ? നന്ദേട്ടനെ കിട്ടാനാണോ ഇപ്പൊ അങ്ങോട്ട് വിളിക്കുന്നേ? ഏത് നന്ദൻ? അമ്മേ, വെറുതെ കള്ളം പറയണ്ട. ഞാൻ കേട്ടു നിങ്ങൾ പറയുന്നതൊക്കെ. എന്നാലേ നിന്റെ ചെവിക്ക് എന്തോ തകരാറുണ്ട്. ഞാനേ ഒരു നൈറ്റ് തയ്ക്കുന്ന കാര്യം പറയാൻ വിളിച്ചതാ. ഫോൺ താ. ഓ, കൊള്ളാം. നന്ദേട്ടനെയും പ്രഭാന്റിയും എല്ലാരെയും വിളിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടാ വിളിച്ചത്. നന്ദനോട് എനിക്കൊന്ന് സംസാരിക്കണം തോന്നി. നീ വെറുതെ ബഹളം വയ്ക്കണ്ട. ഞാൻ ബഹളം വയ്ക്കുന്നൊന്നുമില്ല അച്ഛാ. പക്ഷെ ഈ വീട്ടിൽ നിന്ന് ആരും നന്ദേട്ടനെ വിളിക്കില്ല. ശരി, നീ വലിയ ആളാകല്ലേ. കുറെ തലതിരിഞ്ഞ സ്വാതന്ത്ര്യങ്ങൾ നീ എടുക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ചോദിക്കാൻ അവകാശമില്ല. അച്ഛൻ ഒരാളെ ഫോൺ ചെയ്യണമെങ്കിൽ നിന്റെ ഔദാര്യം വേണം അല്ലേ? നിങ്ങൾ വെറും ഒരാളെ അല്ല ഫോൺ ചെയ്യുന്നേ. നിങ്ങളുടെ മകളെ താലി കെട്ടിട്ട് ആ മോളെ കണ്ണീര് കുടിപ്പിച്ച ആളെയാ. ചേച്ചി അയാളെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ചേച്ചി കൈവിട്ട ആളിനോട് ഇവിടെ ആരും ലോഹ്യം കൂടാൻ പോകണ്ട. ശരി, നീയോ ഇങ്ങനെയായി. ചേച്ചി ഒരു നല്ല ജീവിതം നയിക്കാൻ നീ സമ്മതിക്കില്ലേ? ഞാൻ എങ്ങനെയായിന്ന് അച്ഛൻ പറയുന്നേ? ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞു ഉറച്ചു നിന്നു. അത്രേ ഉള്ളൂ. ഞാൻ ആരെങ്കിലും വഞ്ചിച്ചോ? ചതിച്ചോ? പണത്തിന് വേണ്ടി വീട്ടിൽ വഴക്കുണ്ടാക്കിയോ? ഒന്നുമില്ലല്ലോ. എന്തായാലും ശരി, നന്ദേട്ടനെ വിളിക്കരുത്. ചേച്ചിക്ക് വേണ്ടിയുള്ള എന്റെ ഒരു അപേക്ഷയാ. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ദാ വിളിച്ചോ. ചേച്ചിയെ വേദനിപ്പിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. മാധവേട്ട വിഷമിക്കേണ്ട, ഞാൻ വിളിച്ചു തരാം. വേണ്ടതീ, മോള് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. നമ്മളടിന് ദേവിമോളെ വിഷമിപ്പിക്കണ്ട.